Yeah, good evening. Good evening, ma'am. Good evening, Munish. Okay, let's start. Start ചെയ്താലോ? Yeah, good evening. Good evening, ma'am. Good evening, Manisha, Arifa, Monisha. Okay, let's start. Let's start with prayer. Okay. Okay, Rishmi ആണോ ഒന്ന് prayer? Okay, okay. Good evening, ma'am. Yeah, good evening. Okay, let's start. Hello, ആരാ prayer ഇന്ന്? Let's respond. Prayer ആരാ? ഞാൻ ചെയ്യാം മാം. Okay, let's start. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. Yeah, thank you, Alpha. Very good. Okay. നിങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, പ്രെയർ ചൊല്ലുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവും അതിന്. ഓക്കെ Okay, ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ഓർമ്മയുണ്ടോ? സ്റ്റാർട്ട്. മനീഷ, എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? മനീഷ. ജോയിൻ ചെയ്തിട്ടുണ്ടായില്ലേ മാം? ഓക്കെ ഓക്കെ ഓക്കെ. ആൽഫ. Yes, ma'am. എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതായിരുന്നു ഈ ചാപ്റ്റർ? Law of natural development. ആ ഓക്കെ മനീഷ, നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ മാം. ലോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ? Two aids of internal age, ഓക്കെ. sensitive period and absorbent mind. വെരി ഗുഡ്. സെൻസിറ്റീവ്. ഓക്കെ, ദെൻ എന്തായിരുന്നു സെൻസിറ്റീവ് പീരീഡ്? കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ അതിന് പ്രൊവൈഡ് ചെയ്യണം. പഠിക്കാൻ ഇഷ്ടമുള്ള ടൈം അതിനെ യൂട്ടിലൈസ് ചെയ്യാം. ഗുഡ് ഈവനിങ് ആരിഫ. ഓക്കെ, ദെൻ ആൽഫ. വെരി ഗുഡ്. ദെൻ അബ്സോർബന്റ് മൈൻഡ്, ആയിരുന്നു നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്. കുട്ടി എന്തുപോലെയാണെന്നാ പറഞ്ഞത്? കുട്ടിയുടെ മൈൻഡ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന മൈൻഡാണ്. ലൈക്ക് എ സ്പോഞ്ച്, റൈറ്റ്? യെസ്. ദെൻ പിന്നെന്തായിരുന്നു? ഫ്രീഡം ആൻഡ് എക്സ്പീരിയൻസ്. സോറി, ഫ്രീഡം ആൻഡ് എക്സ്പീരിയൻസ് കുട്ടികൾ. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് ലോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലോ ഏതായിരുന്നു? ലോ ഓഫ് വർക്ക്. ലോ ഓഫ് വർക്ക്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ് മാം. മാം. എന്തോ? യെസ് മാം. ഓക്കെ ഓക്കെ.
അപ്പൊ മരിയ മോണ്ടിസോറി, അക്കോർഡിംഗ് ടു മരിയ മോണ്ടിസോറി, മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എന്തായിരുന്നു? ദ ചൈൽഡ് ജേർണി ടുവേഴ്സ് ഇൻഡിപെൻഡൻസ് ബിഗിൻ ഫ്രം ദ മൊമെന്റ് ദേ ആർ ബോൺ. എന്താണ്? കുട്ടി ജനിച്ച നിമിഷം മുതൽ അവന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ആണോ? Yes, ma'am. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കാം മാം. ഓക്കെ. അപ്പൊ കുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവന്റെ യാത്ര ആരംഭിക്കുകയാണ്. എങ്ങോട്ടേക്കുള്ളത്? ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചൈൽഡ്ഹുഡിൽ അവന് കുറെ ഫൈറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഇൻഡിപെൻഡൻസിന് വേണ്ടി, റൈറ്റ്? എന്തൊക്കെയായിരിക്കാം ആ ഒബ്സ്റ്റാക്കിൾസ് അവന് നേരിടേണ്ടി വരുന്നത്? അതുപോലെ എന്തൊക്കെ വേണ്ടിയായിരിക്കാം ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഒരു ചെറിയ കുട്ടി ഒരു വളർച്ച ആരംഭിക്കുകയാണ് അവിടെ മുതൽ. ഓക്കെ. എന്തൊക്കെ ചാലഞ്ചസിലൂടെ അവന് കടന്നു പോകേണ്ടി വരും? ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരാം? പ്ലീസ് റെസ്പോണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ദുഃഖം, സങ്കടം, വളർച്ച, എല്ലാ ഘട്ടത്തിലും. ഓക്കെ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൻ ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതൊക്കെയാണ് വളർച്ചാ ഘട്ടങ്ങള്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, ഷെയർ. ദീപ്തി, മനീഷ, ആൽഫ, എനിവൺ. അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും, ഹാപ്പി മൂഡ് ഉണ്ടാവും, സാഡ് മൂഡ് വരും അവർക്ക്. പിന്നെ ഇമോഷൻസ് മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, അവർക്ക് നല്ല എന്താ പറയാ, സൊസൈറ്റിയോട് പെരുമാറാനുള്ളതും പാരന്റ്സിനോട് പെരുമാറാനുള്ളതും നല്ലൊരു നമ്മളെ അവർ കണ്ടു പഠിക്കാൻ തുടങ്ങും. പാരന്റ്സ് എങ്ങനെയാണ് അതുപോലെ അവർ നമ്മളെ കണ്ടു പഠിക്കാൻ തുടങ്ങും. കുറെ ഇമാജിനേഷൻസ്, അവർ കുറെ ക്രിയേഷൻസ് വരും അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം വരുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? കുട്ടി ആദ്യം എന്താ ചെയ്യുന്നത്? അവരാദ്യം കരയുക, പിന്നെ അവർക്ക് ജനിക്കുന്നത് പാല് വേണം, അപ്പൊ അവർ കരഞ്ഞിട്ടായിരിക്കും അതിന്റെ കരയെ ചെയ്യുന്നത്. പിന്നെ അവൻ ചിരിക്കാൻ പഠിക്കും അല്ലേ? ഓരോന്തെങ്കിലും കണ്ട് സ്വപ്നത്തിലായാലും ചിരിക്കുന്നു. ഓക്കെ രശ്മ, കണ്ടിന്യൂ. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടിയിൽ സംഭവിക്കുന്നത്? മന്തിൽ പോണനുസരിച്ച് അവരിങ്ങനെ കണ്ടാൽ പിന്നെ അവർ വർത്താനം പറയാൻ തുടങ്ങുന്നത്. അതിനുശേഷം അവരെ എന്തെങ്കിലും കുറച്ചും കൂടി ഡെവലപ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ജിജ്ഞാസ കാണിക്കുന്നു. രശ്മ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ആർക്കെങ്കിലും? നോ മാം. രശ്മ, എനിക്കും ക്ലിയർ ആയില്ല. സംതിങ്. Okay, who is next? Manisha, tell me. എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു കുട്ടിയിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് അവൻ പഠിക്കുന്നത്? കുട്ടി ഇമോഷൻസ് വരുമ്പോ അതിനെ റെസ്പോണ്ട് ചെയ്യും. കരയാനാണെച്ചാൽ കുട്ടി കരയാൻ തുടങ്ങും. ഹാപ്പി ആണെച്ചാൽ കുട്ടി ചിരിക്കും. അതോ ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷൻ ആണെച്ചാൽ കുട്ടി ഓൾറെഡി ദേഷ്യഭാവം കാണിക്കും. പിന്നെ അവര് നമ്മളോട് ഓരോന്നും ചോദിക്കുക, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. എന്താണ് അത്, ഇത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. വെരി ഗുഡ്. ദെൻ ചെറിയ ചെറിയ വാക്കുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങും അല്ലേ? ചിലപ്പോ ആക്ഷൻസിലൂടെ ആയിരിക്കാം. ചിലപ്പോ കളിപ്പാട്ടങ്ങളുടെ പേരൊക്കെ പറയാൻ തുടങ്ങും. ചെറിയ ചെറിയ വാക്കുകള്, കളിപ്പാട്ടങ്ങളുടെ പേരുകള് ഒക്കെ പറയാൻ തുടങ്ങും. പിന്നെ ചില മൃഗങ്ങളെ കാണുമ്പോ പൂച്ച, കാക്ക, ബേർഡ്സ് അങ്ങനെ കാണുമ്പോ അവര് അതിനോട് കുറച്ച് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. കുട്ടി കമന്ന് വീഴാൻ തുടങ്ങും, നീന്താൻ തുടങ്ങും, ഇരിക്കാൻ തുടങ്ങും. ഓക്കെ. ചെറുതായിട്ട് നടക്കേണ്ട പ്രായമാവും. ഒറ്റയടി വെക്കും. പിന്നെ കൈ പിടിച്ച് നടത്തും നമ്മള്. പിന്നെ അവര് കുറച്ചുകൂടി കഴിയുമ്പോ തന്നെ ഒരേ അടി വെച്ചിട്ട് അവര് തന്നെ ശ്രമിക്കും നടക്കാൻ. പിന്നെ അവര് ഓടാൻ തുടങ്ങും അല്ലേ? റൈറ്റ്.
അപ്പോൾ നമ്മുടെ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റിന് ഇൻഡിപെൻഡന്റ് ആകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ് മാം. ഓക്കെ, അപ്പൊ അവർ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് സപ്പോസ് നമ്മൾ അവരുടെ ഓരോ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നു. ഇപ്പൊ കുട്ടി ഓടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടരുതെന്ന് പറയുന്നു. അപ്പൊ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കുക കുട്ടിയുടെ മനസ്സിന്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ? അവന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. നമ്മളത് തടഞ്ഞു കഴിഞ്ഞാൽ അത് അവന് എന്താ സംഭവിക്കുന്നത് അവിടെ? ഡെവലപ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ? ഐ മീൻ അവന് സ്വയം ചിന്തിക്കാനുള്ള ഒരു, അല്ലേ? ഗോട്ട് ഇറ്റ്? യെസ് മാം. പിന്നെ എന്തൊക്കെ സംഭവിക്കുക? ആ കുട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നത്? അപ്പോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ കുട്ടികൾ എങ്ങനെയായി മാറും? നമ്മളെല്ലാം അവനിങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണോ? നോ. അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ട് അല്ലേ? ഒത്തിരി പേരങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നോണ്ട് കുട്ടികള് പൊതുവെ ചില കുട്ടികൾ സംസാരിക്കാനും ഒക്കെ പുറകോട്ടായിരിക്കും. അവര് വെളിയിലുള്ള ആളുകളെ ഒന്നും കാണാതെ എപ്പോഴും ഒരു റൂമിന്റെ അകത്ത് തന്നെ ഇരുത്തി അങ്ങനെ ഇറക്കി വിടാതെ മണ്ണ് ചെളിയൊന്നും പറ്റരുതെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചായി പോകും കുട്ടികളാണേലും. കുട്ടികൾ ഓൾറെഡി ഇനാക്റ്റീവ് ആയി പോകും. അവരുടെ കഴിവുകളൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ അവര് വീടിന്റെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. സൊസൈറ്റിയുമായിട്ട് ബന്ധമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതെ, വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാളിൽ പിക്ചറൊക്കെ വരയ്ക്കുന്ന സമയത്തല്ലേ നമ്മള് ഓക്കെ കുട്ടികളെ വാളില് പിക്ചറൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ആ കുട്ടിക്ക്? നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് കുട്ടികൾക്ക് ഫുൾ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. കുട്ടികൾ എല്ലാത്തിനും പേടിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോ അല്ലേ, അവൻ ചിന്തിക്കുന്നു ഇത് ചെയ്യണോ അല്ലേ? അവരുടെ ഇമാജിനേഷൻ എങ്ങനെയാവും? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. അന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. എങ്ങനെയായിരിക്കും കുട്ടികളുടെ ഇമാജിനേഷൻസ്? എന്തെല്ലാം നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡൊക്കെ നഷ്ടപ്പെടും. കാരണം അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും തടസ്സം പറയുമ്പോൾ അവര് അത് പിന്നീട് ചെയ്യാൻ ഒരു മടിയൊക്കെ കാണിക്കും. പിന്നീട് ഡെവലപ്മെന്റ് ഒത്തിരി ബാധിക്കും. പല രീതിയിലുള്ള ഡെവലപ്മെന്റിനെയും ബാധിക്കും. അതെ. പിന്നെ മനീഷയുടെ ഒപ്പീനിയൻ എന്താണ്? എന്തൊക്കെ സംഭവിക്കാം? കുട്ടി ഓൾറെഡി ഇനാക്റ്റീവ് ആയി പോവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയോട് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യരുന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഒറ്റ കഴിവുകളും ആ കുട്ടിക്ക് ഒറ്റ കഴിവുകളും പുറത്തെടുക്കാൻ പിന്നെ തോന്നില്ല. ഉള്ളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പുറത്ത് കാണിക്കാൻ ഭയമായിരിക്കും. പിന്നെ എന്താവുമോ എന്നുള്ള ടെൻഷൻ ഉള്ളിൽ ഓൾറെഡി വരും. അതോ എന്തിനും സപ്പോർട്ട് ചെയ്യണ പാരന്റ്സ് ആണെന്ന് അവർ ഓൾറെഡി അവര് ചെയ്യും. ഉള്ളിലത്തെ കഴിവ് അവർ പുറത്തേക്ക് എടുക്കും. എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചീത്ത പറയില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ കഴിവുകൾ അവര് പുറത്തേക്ക് എടുക്കും. കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് അല്ലേ? പാരന്റ്സ് ആയിട്ട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരല്ലേ? ഒരു ഓപ്പൺ മൈൻഡ് ക്രിയേറ്റ് ആവും അവിടെ. പിന്നെ എന്തൊക്കെയായിരിക്കാം? ആരിഫ, കുട്ടികൾ ഇൻട്രോവേർട്ട് ആയി മാറും. പിന്നെ മിസ്സിയ ഓക്കെ. കുട്ടികൾക്ക് പേടിയുണ്ടാവും. നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയോ എന്നുള്ളൊരു ടെൻഷനും പേടിയും ഉണ്ടാവും കുട്ടികൾക്ക്. നല്ലത് ചെയ്താലും കുട്ടികൾക്കൊരു പേടിയായിരിക്കും, ചീത്ത പറയോ എന്നുള്ളൊരു. അതെ, അവർക്ക് മനസ്സിലാവില്ല ലാസ്റ്റ് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നല്ലേ? നമ്മൾ എല്ലാത്തിനും വഴക്ക് പറഞ്ഞ കുട്ടികൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവോ? ഓക്കെ, എന്താണ് ഇൻഡിപെൻഡൻസ് മീൻ ചെയ്യുന്നത്? എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യം. അവര് സ്വാതന്ത്ര്യം കാര്യങ്ങൾ ചെയ്യാ, സ്വതന്ത്രമായിട്ട് അവരുടേതായ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുക.
Okay. According to Maria Montessori, to be independent, one must function without the instant help of others. എന്താണ് മരിയ മോണ്ടിസോറി പറയുന്നത്? മറ്റുള്ളവരുടെ ഹെൽപ്പ് കൂടാണ്ട് പിന്നെ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിട്ടില്ലെങ്കിൽ അവരും മറ്റുള്ള എല്ലാ ആവശ്യത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ ഓക്കെ മാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആ കുട്ടി എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് ഒരു കുട്ടി? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം കുട്ടി പഠിക്കുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചിന്തിക്കാൻ പഠിക്കുകയാണ് സ്വയം അല്ലേ? നമ്മളിപ്പോ മരിയ മോണ്ടിസോറി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ കുട്ടി എങ്ങനെ അത് ചെയ്യണം എന്ന് അവൻ ആദ്യമേ ചിന്തിക്കാൻ തുടങ്ങും അല്ലെ? അവന്റെ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ അവിടെ? പിന്നെ എന്തൊക്കെയായിരിക്കാം? ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവൻ എന്തൊക്കെയാ ആദ്യം ചിന്തിക്കുന്നുണ്ടായിരിക്കാം? ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും ആദ്യം ചെയ്യുമ്പോ? പെർഫെക്ഷനിസം എന്താണ് നിങ്ങൾ? ഓക്കെ പെർഫെക്റ്റ് ആയിരിക്കില്ല. പെർഫെക്ഷനിസം, ഒരു കുട്ടി പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു പാരന്റ് വാശി പിടിക്കേണ്ടതുണ്ടോ? വേണ്ട മാം. പറയൂ. പറയൂ. എല്ലാവരും ഒരുപോലത്തെ കഴിവുള്ളവരായിരിക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ? ഡിഫറെന്റ് സ്കിൽസ് ആണ്. ഒരിക്കലും അവരെ അടിച്ചേൽപ്പിക്കരുത്. കാരണം ഇങ്ങനെ ജീവിക്കണം, അതായത് പേരൻസ് പറയുന്ന പോലെ ചെയ്യണം, അതുപോലെ ആകുമ്പോൾ അവർക്ക് അതൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല അവിടെ. രതിയുടെ ഒപ്പീനിയൻ എന്താണ് പെർഫെക്ഷനിസം അബൌട്ട്? ഒപ്പീനിയൻ ഇല്ല. ആരിഫ, എനിബഡി? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ ആരിഫ. നമ്മ ഒരിക്കലും ഒരു കുട്ടീനോട് അവരെന്താ ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യട്ടെ. എല്ലാ പിള്ളേരും ഒരുപോലെ ആവൂല. എല്ലാവരുടെ കഴിവും വേറെ വ്യത്യസ്ത രീതിയിലായിരിക്കാം. നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. എന്താണ് ആ കുട്ടീനെ പോലെ എങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശി ഒരിക്കലും പാടില്ല. കമ്പയർ ചെയ്യരുതെന്ന് പറയും അല്ലേ നമ്മള്? ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്യരുത്. കമ്പയർ ചെയ്യരുതെന്നല്ലേ? അതെ മാം. പിന്നെന്താണ്? പറഞ്ഞോളൂ. കുറച്ചും കൂടി ആക്റ്റീവായ എല്ലാവരും. എന്തൊക്കെയാണ്? എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഓക്കെ ആയില്ലെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും കളിയാക്കോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻകറേജ് ചെയ്ത് എൻകറേജ് ചെയ്യണം അല്ലേ? കണ്ടിന്യൂ. പിന്നെ നമ്മള് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ കഴിയണ ആക്ടിവിറ്റികളാവാം എങ്കിൽ അവർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല, കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ചീത്ത പറയില്ല, മമ്മന്ന് കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ ഉണ്ട് കൂടെ എന്നുള്ളൊരു ഉറപ്പ് ഓൽക്ക് ഉണ്ടെങ്കിൽ ഓൽക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. നമുക്ക് പ്രശ്നമല്ല. നമ്മള് അത് കൂടെ ഉണ്ട്. നമുക്ക് എന്റെ അമ്മക്ക് അത് കുഴപ്പമില്ല, ചെയ്താലും തെറ്റിയാലും കുഴപ്പമില്ല, ശരിയായാലും നല്ലത് എന്നുള്ളത് അവർക്കൊരു നമ്മള് ഒപ്പുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നീ ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ ബാക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് സപ്പോർട്ട് നല്ല സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇനി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ആക്ടിവിറ്റി ഒരു സ്കില്ലിനുള്ളതായിരിക്കും. പക്ഷെ ആ സ്കില്ല് അവർക്ക് ഇല്ലെങ്കിൽ വേറൊരു സ്കില്ലായിരിക്കുമല്ലോ, അവരെ മൈൻഡിൽ അവരുടെ ഐഡിയ വേറെ ആയിരിക്കും. അപ്പൊ ആ സ്കില്ലായിരിക്കും അവർ ഡെവലപ്പായി വരിക. അവർക്ക് ഇതല്ല, എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അറിയണ്ടാവില്ല, അത് ഇങ്ങനെ ചെയ്യാന്നുള്ളത് അവരുടെ ഐഡിയ ആയിരിക്കും.
നമ്മള് കരുതിയ ഐഡിയ ആവില്ല അത് അവർ ചെയ്യുന്നത്. അപ്പൊ അവര് സ്കില്ല് ഏതാന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാനും പറ്റും. സ്ഥാപിക്ക. ഓക്കെ സ്ഥാപിക്ക. വെരി ഗുഡ്. കുട്ടികൾക്ക് പല ഐഡിയാസ് ഉണ്ടായിരിക്കും അല്ലേ? ഒരു കുട്ടി അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരു ആക്ടിവിറ്റീസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു കുട്ടി അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ? ഡിഫറെന്റ് ഐഡിയാസ് അല്ലേ? പലതരം ഐഡിയാസ് ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലേ ടാസ്ക്. അനീഷയുടെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പൊ സാബിക പറഞ്ഞ പോലെ തന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല കഴിവുകള്. അത് പല രീതിയിൽ അവര് പ്രകടിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിക്ക് ഇപ്പോ ടാസ്ക് ചെയ്യാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വേറൊരു കുട്ടിയെ കൊടുത്താൽ പെട്ടെന്ന് ആളത് കംപ്ലീറ്റ് ചെയ്യും, പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഈ കഴിയാത്ത കുട്ടിയോട് വേറെ ടാസ്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആളത് ചെയ്യും. അപ്പൊ സ്കില്ലിൽ വ്യത്യാസം വന്നു. പല കുട്ടികളും പല സ്കില്ലാണ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കുട്ടിക്ക് നമ്മൾ ഫുഡ് വാരി കൊടുക്കുകയാണ്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് എന്ത് വളർത്താം ആ കുട്ടിയെ? എങ്ങനെ ഡെവലപ്പ് ആക്കാം? തന്നെ വാരി കഴിക്കാനുള്ള രീതിയിലൊക്കെ കൊടുത്തു നോക്കാം. അതെ, വെരി ഗുഡ് ഭാവന. എന്താ ചെയ്യേണ്ടത് ആ കുട്ടിയെ? എന്താണ് പഠിപ്പിക്കേണ്ടത് നമ്മള്? തനിയെ കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കണം. അത് ചിലപ്പോൾ അവർ കഴിക്കുമ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ അവര് ചീത്തൊന്നും പറയാതെ ആദ്യം അവർ ചിലപ്പോൾ കുറച്ചൊക്കെ പുറത്ത് കളഞ്ഞൊക്കെ കഴിക്കും. പിന്നീട് കഴിക്കുമ്പോൾ അവര് ഒന്നും കൂടെ ശ്രദ്ധിച്ച് അങ്ങനെ കഴിക്കും. നമ്മൾ ചീത്ത പറയ എന്തെങ്കിലും ചെയ്താൽ അവർക്കത് വിഷമാവും. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് കഴിക്കാതെ അവർ വരെ നമ്മളോട് കൊടുക്കാൻ വേണ്ടി പറയും. നമ്മള് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ റൈറ്റിംഗ് എഴുതുന്നതിന് മുൻപ് നമ്മൾ എന്താ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ്? കളർ ചെയ്യാനും അല്ലേ? റൈറ്റ്? ക്രയോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കുട്ടികൾക്ക് സ്പൂൺ ഹോൾഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം കുട്ടികളെ അല്ലേ? അവർ സ്വയം ഫീഡ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കുട്ടികളെ സ്പൂൺ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ? അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി ഓട്ടോമാറ്റിക്കലി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും. അതുപോലെ കഴിക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലൊക്കെ ഫുഡ് കൊടുക്കുക. അതെ, വെരി വെരി ഗുഡ് മുബീന. ദെൻ പിന്നെന്താണ്? അവർക്ക് കഴിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുത്തി കൊടുക്കുക. അവർക്ക് വായിലേക്ക് എടുക്കാനും വെക്കാനും അതിനുള്ളൊരു ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ ഇരുത്തി കൊടുക്കുക. ടേബിളിന്റെ മുകളിലോ എവിടെയെങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് ഇരുത്തി കൊടുത്താൽ അവരതങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചോളും. വൃത്തിയിൽ കഴിക്കാനായിട്ട് ചെറുപ്പത്തില് ഒന്ന് ഇതാക്കി കൊടുക്കുക. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയായിരുന്നു? പറയൂ. അവര് അംഗനവാടിയിൽ പോയിപ്പോ ഇതേപോലെ ചോറ് അവർ നോക്കിയിരുത്തി ചോറ് കിണ്ണത്തിൽ വെച്ച് കൊടുത്തു. എന്നാലും ചുറ്റുമൊക്കെ നമ്മള് കുട്ടികൾക്ക് അവിടെ ചെന്ന് നോക്കുമ്പോ കാണാൻ പറ്റും കുട്ടികൾ എങ്ങനെയാ കഴിച്ചേക്കുന്നത് അല്ലേ? നമ്മള് കാണും. മറ്റൊക്കെ കളഞ്ഞ് ആകെ അവൻ ഇരിക്കുന്ന സ്ഥലത്തും ചുറ്റും വറ്റികളൊക്കെ നിറച്ച് നടുക്കിലായിരിക്കും കുട്ടി ഇരിക്കണ്ടാവുക. ആഫ്റ്റർ 1 വീക്ക് എങ്ങനെയായിരിക്കും? 1 വീക്ക് കഴിഞ്ഞാൽ അവര് കുറച്ചും കൂടി ഒരു വൃത്തിയില് തിന്ന പാത്രം ചുറ്റുള്ള വറ്റികളൊക്കെ വാരി അതിലിട്ട് പ്ലേസ് ക്ലീൻ ചെയ്ത് അവര് പെരുമാറാൻ തുടങ്ങും. പിന്നെ ഫുഡ് കഴിക്കണ കാര്യത്തിൽ ഇത്തിരിയും കൂടി ബെറ്റർ ആവും അവര്. തുടങ്ങും അല്ലേ? പക്ഷെ നമ്മൾ ചെല്ലുമ്പോ ടീച്ചർമാരെ വരെ പ്രോത്സാഹിപ്പിക്കും. കളഞ്ഞാലും കുഴപ്പമില്ല, കളഞ്ഞോട്ടെ അത് സാരില്ല, പിന്നീട് അവര് ശരിയാവും, ഫസ്റ്റ് ടൈം അല്ലേ എന്ന് പറയും അവര്. കുട്ടികളെ ചെറുതിലേ മുതലേ മറ്റേ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയൊക്കെ ഒരു കഷ്ണം കയ്യിൽ വെച്ച് അവരെ കഴിപ്പിക്കാൻ പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1 വയസ്സ് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കും. അതെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണ് കഴിക്കാൻ അല്ലേ? അതെ, ABCയുടെ ഒക്കെ ഷേപ്പ് വെച്ച് ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് കയ്യിൽ വെച്ച് തന്നെ കഴിച്ചോളൂ.
വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? കുഞ്ഞു ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ട് അത് കയ്യില് വെള്ളം കുടിപ്പിക്കാനൊക്കെ അവര് നമ്മൾ കയ്യിന് വേറൊരു ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്റെ മോന് 1 വയസ്സാവണുള്ളൂ. പക്ഷെ അവൻ ഫീഡിംഗ് ബോട്ടിൽ ഇപ്പൊ തന്നെ ഒറ്റയ്ക്ക് പിടിച്ച് കുടിച്ചു തുടങ്ങി. ഒരു 7 മാസമൊക്കെ ആയപ്പോ തൊട്ട് അവന് വെറുതെ കയ്യിൽ വെച്ചെടുക്കുമ്പോ ഇപ്പൊ തന്നെ ആള് കുടിക്കുന്നുണ്ട്. 1 വയസ്സായിട്ടേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ കയ്യിൽ കൊടുക്കുമ്പോ അവനത് ഹോൾഡ് ചെയ്യാൻ പഠിക്കണം അല്ലേ? ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വെച്ച് കളിക്കാൻ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് അറിയാം. ഇപ്പൊ കിലിക്കിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കളിക്കുന്നുണ്ട്. അതെ അതെ, അവന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെന്താണ്? എന്റെ മോള് ചെറുപ്പത്തിൽ കഴിക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് കഴിച്ചിരുന്നു. അപ്പൊ ഞാന് വാരി കൊടുക്കും. അപ്പൊ ഇപ്പൊ ആൾക്ക് 11 വയസ്സായി. അപ്പൊ ഇപ്പോഴും വാരി കൊടുക്കുകയാണെങ്കിലേ കഴിക്കുള്ളൂ. പക്ഷെ മോൻ അങ്ങനെയല്ല, 2 വയസ്സായിട്ടേ ഉള്ളൂ. അവന് തനിയെ കഴിക്കുന്നതാണ് ഇഷ്ടം. ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലമായത് കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പറയും വേണ്ട, തനിയെ കഴിച്ചോളാ പറയും. അത് കൂടുതൽ മൂത്ത കുട്ടികൾ അങ്ങനെയാ. എന്റെ മൂത്ത ആൾ അങ്ങനത്തെ തന്നെയാണ്. ആൾക്ക് ഇപ്പോഴും വാരി കൊടുക്കണം. 5 വയസ്സായി. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വാരി കഴിക്കാനായിട്ട് ആൾക്ക് ഇഷ്ടമാണ്. ചിലപ്പോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സമയത്ത് അവിടെ ഇരുന്നല്ലേ? അങ്ങനെ കേട്ടിരുന്നാലും കഴിച്ചോളും. അങ്ങനെ ഇരുന്നാൽ കുട്ടികൾ വേഗം ഭക്ഷണം കഴിക്കും. എന്തോ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ അവർ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവര് ഫുഡ് കഴിക്കണത് അവർ തന്നെ അറിയാണ്ട് അവർ കഴിച്ചു പോകും. അതെ അതെ, വാരിക്കൊടുക്കുന്ന കാര്യം അല്ലാട്ടോ പറഞ്ഞേ. ഇപ്പോഴധികം കണ്ടുവരുന്നത് മൊബൈൽ കണ്ട് കുട്ടികൾ ഫുഡ് കഴിക്കുന്നതാണ്. മൊബൈൽ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല. Okay. Then, the Montessori curriculum supports the development of independence by providing infants with opportunities to do and think for themselves. എന്താ പറയുന്നത് മരിയ? മോണ്ടിസോറി കരിക്കുലം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആക്കുന്നത് കുട്ടികളെ? കുട്ടികൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ, ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്, സ്വയം ചിന്തിക്കാനും ചിന്തയിലൂടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഓക്കെ, യെസ് മാം. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ കുട്ടി എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആകുന്നത്? നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി ഇൻഡിപെൻഡന്റ് ആയി വരും. നമ്മൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം അവർക്ക്. നിങ്ങൾ ചെരുപ്പ് ഇടുന്നതൊക്കെ ചെപ്പലിടുമ്പം ആദ്യം ചിലപ്പം തിരിച്ചിടും. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനേക്കാളും അവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവര് സ്വന്തമായിട്ട് പുറത്ത് പോകുമ്പോൾ അവരെന്നെ അത് ഇട്ടോണ്ട് ശരിയാവും. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന എത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കുന്നത്? പ്രാക്ടിക്കൽ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, യെസ് മാം. മൈറ്റ് ബി ചിലപ്പോ ഒരു ഷർട്ടിന്റെ ബട്ടൺ ഇടാനായിരിക്കാം. ഓക്കെ, അതിലൂടെ കുട്ടി ഇൻഡിപെൻഡന്റ് ആവേണല്ലേ? യെസ് മാം. അതിനുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട്? കുറച്ച് ആക്ടിവിറ്റീസ് ഷെയർ ചെയ്തേ. പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഓർമ്മയിൽ നിന്ന് ഒന്നോ രണ്ടോ ഷെയർ ചെയ്യും. ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? പസില്, കളറിങ്. സോറി അരിപ്പ, പസിൽസ് ഇല്ലേ? പസിൽസ്. ഓക്കെ. കളറിങ് ചെയ്യാന്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡാൻസിങ്, സിംഗ്, അങ്ങനത്തെ സംഭവം. ഇവരുടെ കുട്ടി എങ്ങനെ ഇൻഡിപെൻഡന്റ് ആകുന്നത് ആരിഫ? അത് അവർക്ക് ഇഷ്ടമല്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പൊ അവർ മറ്റുള്ളവരെ നോക്കിയല്ലല്ലോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടം, അവർക്ക് തോന്നുന്നത് ഉള്ളല്ലോ അവർ ചെയ്യുന്നത്. ചെയ്യാനായിട്ട് കുട്ടി പഠിക്കാനല്ലേ? അതെ, മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ ചൂസ് ചെയ്യാനായിട്ട് അല്ലേ? ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാനായിട്ട്
റൈറ്റ്? Yes, ma'am. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ഒരു കുട്ടി എന്തൊക്കെ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം പറഞ്ഞേ ഭാവന. ഒരു കുട്ടി ഏതൊക്കെ കാര്യത്തിലായിരിക്കണം ഇൻഡിപെൻഡന്റ് ആകേണ്ടത്? അവരൊരു പ്രായമാകുമ്പോഴത്തെ അവർക്ക് അവരുടെ ഡെയിലി റൊട്ടീൻസ് ചെയ്യാനെല്ലാം ചെറിയ കുട്ടി മുതൽ ചെറിയ കുട്ടി മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ കുട്ടി ഏതൊക്കെ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം? സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടാലും. വെരി ഗുഡ്. സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ പഠിച്ചിരിക്കണം. പിന്നെന്തൊക്കെയാണ്? വെരി ഗുഡ്. നെക്സ്റ്റ് മോർണിംഗ് റൊട്ടീൻസ് ഒരുവിധം ടോയ്ലറ്റിൽ പോവാൻ കുളിക്കാനായിട്ടാലും ഒരു 3, 4, 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിക്കാൻ ടോയ്ലറ്റിൽ പോവാൻ അങ്ങനത്തെ ശീലങ്ങളൊക്കെ അഞ്ജു. നമ്മൾ കുട്ടികളുള്ളവർ സാധാരണ പറയാറുണ്ട് നിനക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്ത് കൂടി നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? ഇപ്പൊ 3-5 വയസ്സായി ഞാൻ അവനോട് ചോദിക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലേന്ന്. ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കാം അല്ലെ? കുട്ടി ബ്രഷ് ചെയ്തിരിക്കണം അല്ലെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. അവര് ടോയ്സ് ഒക്കെ പരത്തിയിട്ടാല് അതെല്ലാം ഒരു ഭാഗത്തേക്ക് അടുക്കി വെക്കാൻ പറയാം. അതെ അതെ, വെരി ഗുഡ്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ക്ലാസ്സിലൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുപ്പിയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതെ അതെ. ഞാൻ എൻ്റെ പിള്ളേർക്ക് അത് 2 പേർക്കും അങ്ങനെ കുപ്പി ഉപയോഗിച്ചിട്ടില്ല അധികം. എല്ലായ്പ്പോഴും ഗ്ലാസ്സിലൊക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയാലും നമ്മുടെ കയ്യിൽ കുപ്പി ഇല്ലെങ്കിലും അതെ, അവരവിടുന്ന് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഏതൊക്കെ കാര്യത്തിലായിരിക്കണം കുട്ടി ഇൻഡിപെൻഡന്റ് ആവേണ്ടത്? ഫുഡ് കഴിക്കാനിരിക്കുമ്പോ വെള്ളം തന്നെ കൊണ്ടെടുത്ത് വെച്ചിട്ട് ഇരിക്കുക. അതെ, അവന് തനിയെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിലെ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിലത്തെടുത്ത് വെക്കാനായിട്ട് മനസ്സിലാക്കണം. പിന്നെ അമ്മമാര് ഇപ്പൊ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞില്ലെങ്കിൽ പോലെ ജസ്റ്റ് അമ്മയുടെ അടുത്ത് വന്നിരുന്നത് എന്റെ മകൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പയർ എന്തെങ്കിലും തൊലിക്കുമ്പോ ആൾക്ക് അറിയില്ല, പക്ഷെ ആള് വന്നിട്ട് അത് ചെയ്യും. എന്നിട്ട് പറയും അമ്മേനെ സഹായിച്ചതല്ലേ. അപ്പൊ ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയുണ്ട്. സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ, പുറത്തു പോകുമ്പോ ചെരുപ്പ് സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ, മറ്റേ യൂണിഫോം ഒക്കെ തന്നെ ചെയ്യാൻ പഠിച്ചു. അതിന്റെ ബട്ടൺ ഇടാനായിട്ട് അല്ലേ? ബെൽറ്റ് ഇടാനൊക്കെ, സോറി ബെൽറ്റ് ഒക്കെ ധരിക്കാനായിട്ടേ പുറത്തു പോകുമ്പോ അതുപോലെ ഷൂ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സ്കൂളിൽ പോണതിനൊക്കെ മുമ്പ് ചെരുപ്പൊക്കെ സ്വന്തമായിട്ട് കഴുകിയൊക്കെ വെക്കും. സ്വന്തമായിട്ട് ചെരുപ്പൊക്കെ അവനവന്റെ സാധനങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ. ഓക്കെ. ഇത്രയും കാര്യങ്ങളില് ഇതിലും അധികം കൂടുതലുണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ. ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കാം. അതെ നസീല. പിന്നെ ആരാണ് നമുക്ക് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? എനിബഡി? യെസ് മാം, ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ നസീല, അറിയോ? Clap, clap, clap your hands together. Clap your hands together. La 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 la. Tap 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 your feet together. Tap 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 your feet together. La 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 la. La 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 la. Walk, walk, walk around together. Walk, walk, walk around together. La 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 la. La 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 la. Sneak, sneak, sneak around together. Sneak, sneak, sneak around together. La 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 la. La 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 la
La la la la la. Jump, jump, jump up high together. Jump, jump, jump up high together. La 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 la. La 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 la. La 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 la. La 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 la. Thank you, ma'am. ഓക്കെ നസീല, വെരി ഗുഡ്. നസീല ജമ്പ് ചെയ്തായിരുന്നു അവിടെ? ജമ്പ് ചെയ്യാൻ മക്കളൊക്കെ കൂടെ ഇരിക്കുക, അപ്പൊ ബെഡിലിരുന്നിട്ടാ കാണുന്നത്. ചെയ്യായിരുന്നു. ആ ക്ലാപ്പ് ഒക്കെ ചെയ്ത്. മാം ക്ലാപ്പ് ടാപ്പ് അതൊക്കെ ചെയ്തു. സോങ് കാണണം. ഇത് കാണാണ്ടാണല്ലോ നമ്മൾ കാണുന്നില്ല ആക്ഷൻ സോങ്. അതെ, ആക്ഷൻ സോങ് ഒരു ഫീൽ. കാണിക്കണ്ട ആക്ഷൻ സോങ്. മക്കള് ആക്ഷൻ സോങ് കേട്ടപ്പോ ഓടി വന്നു. ചെറിയ മോനൊക്കെ മടിയിലിരുന്നിട്ട്. ഓക്കെ, നമ്മള് ആക്ഷൻ സോങ് ഒക്കെ പ്രിപ്പയർ പാർട്ടിസിപ്പേറ്റ് പെർഫോം ചെയ്യുമ്പോൾ ഇത്ര സ്പീഡ് വേണ്ട. ഓക്കെ, കുട്ടികളെല്ലാം അവർക്ക് ക്യാച്ച് ചെയ്യണ്ടേ ഓരോ വേർഡ്സും ഓരോ മീനിങ്സ് ഒക്കെ ക്യാച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്ര സ്പീഡ് വേണ്ട. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ വീക്കോട് കൂടി ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആരാ ഉള്ളത്? എല്ലാവരും ചെയ്തായിരുന്നോ? നാളെ ചെയ്യാം. ആരാത് നാളെ ചെയ്യാന്ന് പറഞ്ഞ ആരാ? മനീഷ ഭക്ഷണം കൊടുക്കേണ്ട നേരായി. മാം ഞാൻ ചെയ്യാം. ആണോ? റെഡിയാണോ? മാം ഞാനിപ്പോ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യൂ. ഓക്കെ. മാം ലൈറ്റിന്റെ ഇത് കാരണം കാണില്ല. ആ സൈഡിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഹിമ. മാം ഞാൻ റൂമിലേക്ക് കാരണം പറ്റില്ല. ഓക്കെ മാം. ഓക്കെ. Early to rise, early to sleep. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nail. Follow good habits, be a good child. Follow good habits, be a good child. Wash your hands before and after meal. Wash your hands before and after meal. Fight with germs and keep yourself clean. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Okay, ma'am. വെരി ഗുഡ് ഹിമ, വെരി ഗുഡ്. എനിക്ക് കുറച്ച് കിതപ്പുണ്ടായിരുന്നു, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ഓക്കെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ടൈം അല്ലേ ഇന്ന്? അതെ മാം. വീഡിയോ ഓൺ ആക്കിയതിന്റെ ഒക്കതിന്റെയും ചെറിയൊരു പ്രോബ്ലം അല്ലേ? ചെറിയൊരു പേടി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ പ്രഗ്നന്റ് ആയ കാരണം പാടാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തോ പ്രഗ്നന്റ് ആയ സോങ് ഇങ്ങനെ നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ്. അതെ അതെ, നമ്മൾ ആ സൗണ്ട് മാത്രം കേൾക്കുന്നത് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ട് വീഡിയോ കണ്ടപ്പോ അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈം എല്ലാവരും വീഡിയോ ഓൺ ആക്കി ആക്ഷൻ സോങ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഹിമയുടെ? ഷമാമിന്റെ ക്ലാസ്സിൽ എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടൊക്കെയായിരുന്നു ചെയ്തത്. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ഹിമ ഇല്ല, ഇപ്പൊ ജിഷ മാമിന്റെ ക്ലാസ്സിലൊക്കെ എല്ലാരും വീഡിയോ ഓൺ ആക്കിയിട്ടൊക്കെയായിരുന്നു ചെയ്തത്. ആണോ? ഇപ്പൊ ഹിമ പാടിയ ആക്ഷൻ സോങ് തന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ജിഷ മാമിന്റെ ക്ലാസ്സിൽ പാടിയത്. അപ്പൊ ഈ ക്ലാസ്സിൽ എന്താ വീഡിയോ ഓൺ ആക്കാതിരുന്നേ? അല്ല, ഇപ്പൊ ഈ ക്ലാസ്സിൽ പാടിയിട്ടില്ലല്ലോ, ഞാൻ ബുക്കൊക്കെ അപ്പുറത്ത് വെച്ചേക്കുന്നേ.
ആണോ? ഞാനിപ്പോ പാടണമെന്നുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോ ആ പാട്ട് തന്നെ വേറെ പാട്ട് നാളെ എടുത്തിട്ട് പഠിച്ചിട്ട് പാടാം. ഇതൊന്ന് പാടും, എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവും നോക്കാം. ഓക്കെ ആരിഫ. ഈ സോങ് ഡിഫറൻസ് അങ്ങനെ വരുന്നില്ല. പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ, പഠിച്ചതല്ലേ. ചാൻസ് പ്രഷ്യസ് ആണ്, എപ്പോഴും ഇങ്ങനെ ചാൻസ് കിട്ടില്ല. ഡിഫറൻസ് മീൻസ് സെയിം പാട്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഒരു എനർജറ്റിക് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് പാടിക്കോളൂ ആരിഫ. ആക്റ്റീവ് ഒന്നും അല്ല, ഇപ്പൊ ഭയങ്കര ഇതില്ല. ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് കുറച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആരിഫ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ. നസീമയുടെ ആക്ഷൻ സോങ് കഴിഞ്ഞതായിരുന്നോ നസീമ? മാമിന്റെ ആക്ഷൻ സോങ് കഴിഞ്ഞതാ. ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്കോട് കൂടി, ഈ വീക്കോട് കൂടി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആരൊക്കെയുണ്ട് ആക്ഷൻ സോങ്ങിന്? ആരിഫ, നാളെ ചെയ്യാം മാം. മനീജ, റൈറ്റ്? ഓക്കെ. ദെൻ ആരിഫ, മനീജ, ഞാനുണ്ട് മാം. സബീക, സാബിക, ജസ്ന, ദെൻ ആരെങ്കിലും ഇപ്പൊ റെഡിയാണോ? ഷീജ, ജു, എനിബഡി ആരെങ്കിലും റെഡിയാണോ ഇപ്പോ? I will give you 2 minutes. നാളെ ചെയ്യാം. ഓക്കെ ഓക്കെ. ചെയ്തവര് ചെയ്യണ്ടല്ലോ പിന്നെ. വേണ്ട വേണ്ട വേണ്ട, ചെയ്യാത്തവരാണ് ഞാൻ ചോദിച്ചത്. ചെയ്യാത്തവർ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ തന്നെ നിങ്ങളുടെ പേടിയും എല്ലാം മാറ്റിയെടുക്കണം. ഓക്കെ. നമ്മൾ എന്തായിരുന്നു സംസാരിച്ച് ഡിസ്കസ് ചെയ്തത്? എന്തിനെ കുറിച്ചായിരുന്നു? ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുട്ടി ഗ്ലാസ് തനിയെ പിടിച്ച് വെള്ളം കുടിക്കാനൊക്കെ പഠിക്കുന്നത് അല്ലേ? അല്ലേ? ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു ചെറിയൊരു സ്റ്റെപ്പാണ് അല്ലേ? കുട്ടിയുടെ വളർച്ചാഘട്ടത്തിലെ ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ പിടിക്കാന്നുള്ളത് അല്ലേ? പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അതെങ്ങനെയാണ്? ഒരു ചെറിയ സ്റ്റെപ്പാണോ അവനെ സംബന്ധിച്ച്? അവർക്കതൊരു വലിയ കാര്യമാണ്. നമ്മൾ നോക്കും, അച്ചീവ്മെന്റ് ആണ് അവനെ സംബന്ധിച്ചല്ലേ? ഏതൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവന്റെ വളർച്ചാഘട്ടത്തിലെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പാണത്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് എങ്ങനെയാണത്? അവർക്കത് പ്രഷ്യസ് ആയിരിക്കും. ഭാവന, മരിയ മോണ്ടിസോറി എൻവിയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നൊരു 5 points ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. To bring up independence in Montessori environment. Okay. Firstly, എന്താ പറയുന്നത് അറിയോ? The child must be given chance to work with material in the environment. എന്താ പറയുന്നേ? മോണ്ടിസോറി എൻവിയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ എന്താണ് ഫസ്റ്റ് പറയുന്നത് മരിയ മോണ്ടിസോറി? The child must be given chance to work with material in the environment. എന്താണ്? സെന്റൻസ് ഒന്ന് നിർത്തി പറയാമോ എഴുതാൻ? The child must be given chance to work with material in the environment. Materials യൂസ് ചെയ്ത് tell me. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ചാൻസ് കൊടുക്കണം മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ടല്ലേ? അല്ലേ? മെറ്റീരിയൽസ് ആക്ടിവിറ്റീസിലൂടെ കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നത്. അവന് ഇനഫ് ചാൻസ് കൊടുക്കണം. Got it? Yes, ma'am. നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത് പറഞ്ഞായിരുന്നു അല്ലേ? ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ എങ്ങനെയൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ആകുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി.
നെക്സ്റ്റ് എന്താ പറയുന്നത്? ചൈൽഡ് മസ്റ്റ് ബി എൻകറേജ് ടു ഡെവലപ്പ് ഹിസ് വിൽ. എന്താണ്? കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അവരുടെ എൻകറേജ് ചെയ്യണം. എൻകറേജ് ചെയ്യണം കുട്ടികളെ. എൻകറേജിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ആസ് എ പാരന്റ്? പറയൂ. അത് അവർക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. പുതിയൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മ നൽകുന്ന എൻകറേജ്മെന്റ് അവരെ നന്നായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. വെരി ഗുഡ്. ദെൻ നമ്മുടെ അപ്രീഷിയേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം. എന്തോ ഭാവന? നമ്മൾ കൊടുക്കുന്ന അപ്രീസിയേഷൻസ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അവരെന്തെങ്കിലും ചെയ്യുമ്പം നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി അല്ലെ, ഒരു കോൺഫിഡൻസ് ലഭിക്കുകയാണ് അവർക്ക് അല്ലെ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു എനർജി ബൂസ്റ്റർ ആണ് അല്ലേ? Then രേഷ്മ. മാം, എൻ്റെ മോള് 3 years ആയപ്പോ ഇതുപോലെ തന്നെ രാവിലെ ഹസ്ബൻഡൊക്കെ ചായ ചില്ല് ഗ്ലാസ്സിൽ കുടിക്കായിരുന്നു. അപ്പൊ സമയത്ത് ഇവൾക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോ പറയും അച്ഛന്റെ പോലെ തന്നെ ചില്ല് ഗ്ലാസ് വേണമെന്ന്. അപ്പൊ മുത്തശ്ശിയും അച്ഛനും പറയും വേണ്ട പൊട്ടിപ്പോവും കൈമുറിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ എടുത്തു കൊടുത്തു. ഞാൻ കുടിച്ചു നോക്കുന്നു, തന്നെ ഹോൾഡ് 3 വയസ്സായല്ലോ. അപ്പൊ ആള് തന്നെ കുടിച്ചു. അപ്പോഴേ അവൾക്ക് ഭയങ്കര ഹാപ്പി. കണ്ട ഞാൻ പൊട്ടിച്ചില്ലല്ലോ അച്ഛാ, ഞാൻ കുടിച്ചില്ല. പിന്നെ ഈ നിമിഷം വരയ്ക്കും അവൾ ആ ചില്ല് ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം. ഇതുവരെയ്ക്കും അവളുടെ കയ്യിൽ നിന്നൊന്നും പൊട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് മാത്രം പൊട്ടിയിട്ടില്ല. അപ്പൊ അത് എൻകറേജ് ചെയ്തപ്പോ അത് അവൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്, എന്നെ കൊണ്ട് പറ്റും. സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയാണ് അല്ലേ? ഇപ്പൊ വെളിയിൽ നിന്ന് ഒരാൾ വരാണെങ്കിലും അവൾ ആദ്യം വെള്ളം എടുത്തു കൊടുക്കും. അവൾ തന്നെ ചില്ല് ഗ്ലാസ്സിൽ എടുത്തിട്ട് വെള്ളം കൊടുക്കും. അപ്പൊ അന്ന് നമ്മളത് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൾ അങ്ങനെ നിന്നേനെ. എൻകറേജ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് പൊട്ടിക്കഴിഞ്ഞ ഒരു ഗ്ലാസ് അല്ല പൊട്ടണത്, അങ്ങനെ പോട്ടെ, പക്ഷെ അവളെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അഞ്ജു, ഭാവന, മുബീന, ജസ്ന, എനിബഡി? എൻകറേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ലൈഫിൽ? കത്തി വെച്ച് മുറിക്കുമ്പോ വീട്ടിലുള്ളവരെല്ലാവരും പറയും അവരുടെ കൈ മുറിയുന്നു. അവര് പിന്നെയും കൈ സൂക്ഷിച്ച് ചെയ്യുമ്പോൾ അവർക്ക് മുറിയില്ല. അപ്പൊ അവര് അതനുസരിച്ച് ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മളൊരു ഇത്തിരി മൂർച്ച കുറഞ്ഞ കത്തിയൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ സഹായിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, നമ്മളെ ഇല്ലെങ്കിൽ പോലും. അധികം മൂർച്ചയുള്ളതല്ല, കുറച്ചൊക്കെ മൂർച്ചയുള്ളത്. എൻ്റെ മോന് 5 വയസ്സായിട്ടുള്ളൂ. അവൻ കഴിഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എല്ലാം അരിഞ്ഞരുമ്പോ എൻ്റെ കൂടെ ഇരുന്ന് അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു ഒക്കെ തരുമായിരുന്നു. അപ്പൊ അവർക്ക് അച്ഛനും എല്ലാവരും കാണുമ്പോൾ പറയും അവന്റെ കൈ മുറിയും, നീ ഒന്ന് മേടിച്ചെന്നൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് അത് കൊടുക്കണോണ്ടാണ് അവനത് ചെയ്യാനുള്ള ഒരു കഴിവ് തോന്നണത്. പഠിക്കണതിലൂടെ അല്ലേ? എന്റെ മോനിങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേ ചോറൊക്കെ നിലത്ത് പോകുമ്പോ നമ്മ അടിച്ചു വായുമ്പോ ആള് പറയുമായിരുന്നു ഞാൻ അടിക്കാന്ന് പറയുമ്പോ അവിടെ എല്ലാം ചീത്ത പറയും. ഞാൻ അടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ആള് ഫുഡ് കഴിച്ച് നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആളെന്നെ ചൂലെടുത്ത് വന്ന് അടിച്ച് ക്ലീൻ ചെയ്യും. ഇപ്പൊ ആള് ഫുഡ് കഴിച്ച് പോയാലും വേഗം ചൂലെടുത്തുന്ന ആള് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. 5 വയസ്സായിട്ടുള്ളൂ. അതെ, അവരതിലൂടെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവേണം അല്ലേ? പിന്നെ എന്റെ മോന് എനിക്ക് 3 കുട്ടികളാണ്. അതില് ചെറിയ മോന് അവൻ ചെറുപ്പം മുതലേ ഈ സൈക്കിളൊക്കെ ഓടിക്കാൻ വേണ്ടിട്ട് അവന്റെ വലിയ മോന്റെ സൈക്കിൾ വെറുതെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകും. അവനക്ക് എത്തില്ല ശരിക്കും. ആ സമയത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അവന് കുറച്ചും കൂടെ ആയപ്പോ കയറി തനിയെ പഠിച്ചു. അതവന്റെ ഒരു ധൈര്യം. അതുപോലെ ഇപ്പോ 7ാം ക്ലാസ്സിൽ എത്തുന്നേ ഉള്ളൂ. സ്കൂട്ടി എടുത്തിട്ട് വെറുതെ എടുത്ത് ഓടിക്കാൻ തുടങ്ങി. അവന് പുറത്തേക്കൊന്നും പോവില്ല, അവിടെ തന്നെ ഉള്ളിൽ തന്നെ ഓടിച്ചിട്ട് അവന് അതിന്റെ ഒരു ധൈര്യം, അവന് പേടിയൊന്നുമില്ല. പക്ഷെ ചെറുപ്പം മുതലേ അങ്ങനെ സൈക്കിൾ ഓടിച്ച് പിന്നെ ഇപ്പൊ അതിനുള്ളൊരു എന്താ പറയാ ഇപ്പൊ 2 വീലർ ഓടിക്കാനും കൂടെ അവനക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം നമ്മൾ അന്നേ സൈക്കിൾ ഓടിക്കണ്ട പറഞ്ഞിട്ട് നിർത്താണെന്നുണ്ടെങ്കിൽ അവനക്ക് ആ ഒരു ധൈര്യം ഇപ്പൊ ഉണ്ടാവില്ല. കാരണം നമ്മളത് ചെയ്യാൻ പാടില്ല. ചെറുപ്പത്തിലെ സൈക്കിളെ ഓടിക്കുമ്പോൾ ശരി അവനെ ഓടിക്കും, അവനക്ക് അതിന്റെ ഹാൻഡിലേക്കൊന്നും എത്തില്ല. അവനങ്ങനെ വെറുതെ പിടിച്ചിട്ട് ഓടിക്കും, അങ്ങനെ ഉരുട്ടിയിട്ടാ പോവുക. പിന്നെ തനിയെ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ തന്നെ പഠിച്ചു. കുറച്ച് വളർന്നു. 2 പ്രാവശ്യം വീണിട്ടായാലും അവർ പഠിക്കും അതിൽ നിന്നല്ലേ?
അതെ അവൻ പഠിച്ചു. പക്ഷെ മൂത്ത മോനെ ഇങ്ങനെ നമ്മളെന്താ പറയാ അവൻ ചെയ്യണ്ട, അങ്ങനെ പോകാൻ പാടില്ലെന്ന് അങ്ങനെ പേടിപ്പിച്ച് വളർത്തി. പക്ഷെ അവനിപ്പോ അതുപോലെ തന്നെ ആയി. പക്ഷെ ലാസ്റ്റത്തെ മോനെ അവന് ശരിക്കും നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ലതായി തോന്നും. രണ്ട് വ്യത്യാസം നമ്മളുടെ ലൈഫിൽ തന്നെ കാണാൻ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇനി ഷെയർ ചെയ്യാനായിട്ട്? മാം, എന്റെ ചേച്ചിയുടെ കൊച്ചിന് 3 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ അവള് എന്തേലും നമുക്ക് വയ്യാതെ ഇരിക്കുവോ ഒക്കെ ചെയ്യുമ്പം അവള് വന്ന് അടുത്ത് വന്നിട്ട് നമ്മളോട് നമ്മള് സാരമില്ല പോട്ടെ അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മള് ചുമക്കോ തുമ്മോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം വെള്ളമൊക്കെ എടുത്തോണ്ട് തരും. അവള് ഭയങ്കര കെയറിങ് മെന്റാലിറ്റിയാ. അപ്പൊ നമ്മളത് എൻകറേജ് ചെയ്ത് കൊടുക്കുമ്പോ അവള് പിന്നെയും അത് ചെയ്യാനായിട്ട് നോക്കും. അതെ അതെ, നമ്മൾ എൻകറേജ് ചെയ്യണം അല്ലേ? ഇതിലൂടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? എൻകറേജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഒരു കുട്ടിയുടെ ലൈഫില്. ശരിയാണ് മാം. എൻ്റെ മൂത്ത മോനെ 2 വയസ്സ് മുതൽ ചെണ്ട കൊട്ടാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അവൻ നല്ല താളത്തിൽ കൊട്ടും, ചെണ്ട കൊട്ടണ പോലെ. പക്ഷെ ഈ മറ്റേ അലമാരി വേഗിട്ട് കൊട്ടുമ്പോ അമ്മയ്ക്ക് സൗണ്ട് പറ്റില്ല, അമ്മ ദേഷ്യപ്പെടും. അപ്പൊ അവൻ അതോടുകൂടി അത് ഇതിലേക്ക് നിന്നു. പക്ഷെ എന്നാലും അവന്റെ ഉള്ള ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആരും കാണാണ്ട് പറമ്പിന്റെ അറ്റത്ത് പോയിട്ട് ഒരു കല്ല് എടുത്തിട്ടിട്ട് അതും വിട്ട് കൊട്ടണ്ടായിരുന്നു. വീടിന്റെ ഉള്ളിൽ ചെയ്തിട്ട് ചീത്ത പറഞ്ഞാൽ പറമ്പിന്റെ അറ്റത്ത് പോയി ചെയ്യാണത്, ആരും കാണാണ്ട്. ആരെങ്കിലും കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും. അപ്പൊ അതെന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല ദീപ്തി? ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ക്ലാസ് അക്കാദമി അന്വേഷിക്കുന്നുണ്ട്. അടുത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇല്ല. അപ്പൊ യാത്രയുടെ സൗകര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രാവിലെ 7 മണി മുതലാണ് ക്ലാസ്. അപ്പൊ കൊണ്ടുവന്നാക്കാൻ അതറിയില്ല മാം. അവനെ ചെറുതിലെ മുതൽ ഈ അമ്പലത്തിലും ഇതിലൊക്കെ കൊട്ടുമ്പോ ആ കൊട്ടാണ് അവൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്നത്. അപ്പൊ അങ്ങനെ എങ്ങാണ്ട് വന്നതാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ എൻകറേജ് ചെയ്യാം. ഓക്കെ, അവനെ കല്ലില് കൊട്ടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ ഒരു ചെണ്ട അങ്ങ് മേടിച്ചു കൊടുക്കാം, അവൻ തന്നെ കൊട്ടി അങ്ങ് പഠിച്ചോളും. ചെണ്ടയൊക്കെ ഉണ്ട്, ചെണ്ടയിലൊക്കെ കൊട്ടുന്നുണ്ട്. പക്ഷെ സൗണ്ട് വരുമ്പോ ദേഷ്യം വരും. എന്തോ ദീപ്തി, കണ്ടിന്യൂ. സൗണ്ട് വരുമ്പേ അമ്മയ്ക്ക് സുഖമിരിക്കണം. അപ്പൊ സൗണ്ട് വരുമ്പോ അമ്മയ്ക്ക് ദേഷ്യം. ഓക്കെ ഓക്കെ ചേച്ചി, അമ്മ താഴെയാണ് കിടക്കണമെങ്കിൽ മേളിൽ വാർക്കയുടെ മുകളിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോയിരുന്ന് കൊട്ടി അവനോട് പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുട്ടികളുടെ ഒരാഗ്രഹവും നമ്മൾ ചെറുപ്പത്തിലെ നോക്കി കളയരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുക കുട്ടിക്ക്. ഓക്കെ ഓക്കെ മാം. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അടുത്തില്ലാത്തോണ്ടാണ്. എവിടെയാ ചേച്ചിയുടെ വീട്? എത്ര വയസ്സായ ആളാണ്? 11 വയസ്സുണ്ട്. 11 വയസ്സ്. എവിടെയാ വീട്? എവിടെയാ സ്ഥലം? തൃശ്ശൂര് മാള. തൃശ്ശൂര് ഭാഗത്ത് ഒരുപാട് സാറുമാര് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയുള്ള ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നമ്പർ മേടിച്ചു തരാം. അടുത്ത് എവിടെയാന്ന്, സ്ഥലം എവിടെയാന്ന് ഒന്നുകൂടി പറയാമോ? ഞങ്ങള് ശരിക്കും പുത്തഞ്ചിറ പറയും, തൃശ്ശൂര് മാള. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ വരുന്നുണ്ട് അമ്പലത്തിൽ കൊട്ടാൻ. അപ്പൊ അവരുടെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചോദിച്ചു നോക്കിയിട്ട് പറയാം. ശരി ശരി. ഓക്കെ ഓക്കെ രതി. ഓക്കെ ദീപ്തി. നമ്മൾ എന്തായിരുന്നു 2 പോയിന്റ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? Child must be given chance to work with the material in the environment. യൂസ് ചെയ്യാനായിട്ടല്ലേ? വെറുതെ ആ കുട്ടി മെറ്റീരിയൽസ് കണ്ടു മാത്രം അവന്റെ സ്കില്ലൊക്കെ ഡെവലപ്പ് ആവോ? ഇല്ല, യൂസ് ചെയ്യാൻ പറ്റണം. ആക്ടിവിറ്റീസ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? The child must be encouraged to develop his will. എൻകറേജ് ചെയ്യണം. ഓക്കെ. Then തേർഡ് എന്താണ്? The child must be aided in developing discipline. എന്താണ്? അവർക്ക് അച്ചടക്കം, ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സ് അതിനുള്ള ഗൈഡൻസ് കൊടുക്കും. കേട്ടില്ലായിരുന്നു, എന്തായിരുന്നു മുബീന?
കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള അതിന് പേരൻസ് അവർക്ക് അതിനുള്ള എയ്ഡ് ചെയ്യണം കുട്ടികളെ. ഇത് നല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം പേരൻസ്. എങ്ങനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാം? സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് മുതിർന്നവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു മനസ്സിലാക്കാം അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളോട് ചെയ്യരുത് എന്ന് പറയാതെ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം ചെറിയ കുട്ടികളോട് ശരിക്കും നമ്മള് അവരെന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയാനുള്ളൊരു ടെൻഡൻസി ആവും. എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞു നോക്കൂ. ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ താങ്ക് യു പറയുകയാണെങ്കിൽ താങ്ക് യു പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞാല് ഒരു കുട്ടികൾക്ക് അത് ഇഷ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെ, റോൾ മോഡൽസ് ആണ് പാരന്റ്സ്. അപ്പൊ പാരന്റ്സ് ഇമിറ്റേറ്റ് ചെയ്യും. പാരന്റ്സ് എങ്ങനെയായിരിക്കണം? പാരന്റ്സ് ഷുഡ് ബി ഡിസിപ്ലിൻ, റൈറ്റ്? പിന്നെ എങ്ങനെയാക്കണം ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തിരിക്കാം? ചെയ്യുന്ന വർക്കുകളൊക്കെ അടുക്കും ചിട്ടയോട് കൂടി ചെയ്യാൻ പഠിപ്പിക്കണം. അതെ. ചില പേരൻസ് കുട്ടികള് ഫുഡ് കഴിക്കുമ്പോ താഴേക്ക് വീഴുന്നു പറഞ്ഞു അല്ലേ? 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വീക്സ് ആഫ്റ്റർ അവൻ എങ്ങനെയാവും? ഒരു നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പഠിക്കും. അതൊരു ഡിസിപ്ലിൻ അല്ലേ? കുട്ടി താഴേക്ക് ഫുഡ് കളയാതെ കഴിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പഠിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ പേരൻസ് പൊതുവെ വീട്ടിലൊക്കെ എന്തെങ്കിലും ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്കും അത് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളൊരു, അത് പറയാം. നമ്മൾ പറഞ്ഞു ഇമിറ്റേറ്റ് ചെയ്യും കുട്ടികൾ അല്ലേ? whether it's wrong or right, they don't know. Okay, അവർക്കറിയില്ല ശരി ഏതാണ് തെറ്റേതാണ്, അവർ ഇമിറ്റേറ്റ് ചെയ്യും. Then പിന്നെന്താണ്? പിന്നെ അവര് കൂടുതൽ ഈ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഫിലിംസ് അങ്ങനെയൊക്കെ ഉള്ളതൊന്നും അവരെ കൂടുതൽ കാണിക്കാതെയൊക്കെ ഇരിക്കും. അതെ അതെ, ആക്ടുകളൊന്നും അവരെ കാണിക്കാതിരിക്കും. അതെ. Then fourth point എന്താണ്? The child is required to know and have a knowledge of good and bad. Good and bad. കുട്ടിക്ക് എന്തിന്റെ നോളജ് ഉണ്ടായിരിക്കണം? നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ള അറിവുണ്ടായിരിക്കണം. അതെങ്ങനെയാ കുട്ടി തിരിച്ചറിയുന്നത്? ആദ്യം കുട്ടികൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് നല്ലതാണ് എന്നുള്ളത്. അതുപോലെ ഇപ്പം കുട്ടികൾക്ക് ആദ്യം തന്നെ പറഞ്ഞു ബാഡ് ടച്ച് ഗുഡ് ടച്ച് പറഞ്ഞു കൊടുക്കാൻ പറയാറുണ്ടല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല, ഇത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് അവരെ സന്തോഷിപ്പിക്കാൻ, അത് ചെയ്തത് നന്നായി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടും. കുറച്ച് ഓക്കെ ക്യാരി ഓൺ. പിന്നെ കുട്ടികൾ കൂടുതലും പഠിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് അല്ലേ? നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ലൈറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ മെഴുകുതിരി കത്തുമ്പോൾ അല്ലെ, വെട്ടം കാണുമ്പോൾ ഒരു ടെൻഡൻസിയാണ് ടച്ച് ചെയ്യാനായിട്ട്. നമ്മൾ പറയുമ്പോൾ കുട്ടികൾ അത് അനുസരിക്കോ? ഇല്ല, അവര് അത് തൊട്ട് നോക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഈ കത്രിക യൂസ് ചെയ്യുന്നത്? ഗുഡാണോ ബാഡ് ആണോ എന്നല്ലേ? അതെ. അപ്പൊ അത് നമ്മൾ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അത് തൊട്ടാൽ നമുക്ക് വേദന എടുക്കും, ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ തീയിലൊക്കെ ആണെങ്കിൽ അതിൽ തൊട്ടാൽ കൈ വേദന എടുക്കില്ലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അവര് മനസ്സിലാക്കി കൊടുക്കുക. അതെ, എക്സ്പീരിയൻസിലൂടെ കുട്ടികൾ ഗുഡ് ആൻഡ് ബാഡ് പഠിക്കും അല്ലേ? ലാസ്റ്റ് പോയിന്റ് ആണ് വി ഷുഡ് പ്രൊവൈഡ് ഫ്രീഡം. ഓക്കെ, കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ ഇന്നലെ അല്ലായിരുന്നു, ഇന്നത്തെ ക്ലാസ്സിലായിരുന്നു നമ്മൾ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ക്ലാസ്സിലല്ലായിരുന്നു, ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ്. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്?
കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, പക്ഷെ അത് ഓവർ ഫ്രീഡം ആവരുത്. So, according to Montessori, only in an atmosphere of freedom can a child work for himself. ഒരു ഫ്രീഡം ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ലേ കുട്ടികൾക്ക് അവൻ്റെതായ ഇമാജിനേഷണൽ ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ പറയൂ, ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില്? ഫ്രീഡം ഉണ്ടെങ്കിൽ അവർക്ക് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഗുഡ്. അവർക്ക് ആസ്വദിക്കണമെങ്കിൽ ഫ്രീഡം വേണം അല്ലേ? നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടുണ്ടോ അവിടെ? ഇന്ന ആക്ടിവിറ്റി മാത്രം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കണം അത് ഫിനിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളത് ഫിനിഷ് ചെയ്യണം, ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടുണ്ടോ അവിടെ? ഇല്ല, അതവരുടെ മെന്റലി അവർക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം? ഇന്ന ഫ്രീഡം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം മോണ്ടിസോറി എൻവയോൺമെന്റ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രീഡം ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചൂസ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അല്ലേ? പിന്നെ എന്തൊക്കെ ഫ്രീഡം ഉണ്ടായിരിക്കണം? പിന്നെ അവന് മാക്സിമം ടൈം നമ്മൾ കൊടുക്കണം. ചില കുട്ടികൾ നേരത്തെ, ചിലവര് താമസിച്ചതേ ഉള്ളൂ. അപ്പം അവർക്ക് ടൈം കൊടുക്കുക, അവര് പയ്യെ ഡെവലപ്പ് ആവാൻ വേണ്ടി. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടി ഡിഫറെന്റ് ആണ് കുട്ടികൾ. ചിലർക്ക് അത് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അവർക്ക് ടൈം എടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇതിനെ ഫ്രീഡം കൊടുക്കണം, അല്ലെങ്കിൽ ടൈം കൊടുക്കണം കുട്ടികൾക്ക് അല്ലേ? അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. അവരുടെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഒരു അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. പാരന്റ്സ് അതിന് ടൈം കണ്ടെത്തണം. അതെ അതെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്? ഒരു എൻവയോൺമെന്റ്, ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്? ഫസ്റ്റ് എന്തായിരുന്നു? Child must be given chance to work with material in the environment. Then must encourage the children. Okay, encourage ചെയ്യണം. Then child must be aided in developing discipline. Okay, discipline importance അല്ലേ? Then the child is required to know and have a knowledge of good and bad. ഗുഡ് ആൻഡ് ബാഡിനെ കുറിച്ച് കുട്ടി അറിഞ്ഞിരിക്കണം, തിരിച്ചറിയണം അല്ലേ? Then provide freedom for the children. We should provide freedom for the child. Okay അല്ലേ? Yes ma'am. Any doubts? No ma'am. No ma'am. Okay, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? നിങ്ങൾ ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? റീഡ് ചെയ്തോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പവർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, പവർ ഓഫ് അറ്റൻഷൻ റീഡ് ചെയ്തിട്ട് വരിക. ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഈ രണ്ട് ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഈ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സിന്? ടൈം ടേബിൾ ഉണ്ടോന്നോ? അത് വീക്കിലി ടൈം ടേബിൾ ആണ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പറഞ്ഞതുപോലെ ഒരു ടൈം ടേബിൾ വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതൊന്ന് പറയാം. കുറച്ച് മുന്നേ അറിയിച്ചാലും മതി ഏത് ടീച്ചറാണ് ക്ലാസ് എടുക്കണെന്നുള്ളത്. എന്നാ പിന്നെ ആ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല. ഇല്ല, നമ്മളിത് ഇതിൽ കേറുമ്പോഴേ അറിയണുള്ളൂ ഏത് ടീച്ചറാ ഇവിടെ ഉള്ളത്. ഞാൻ ഇൻഫോം ചെയ്യാട്ടോ അവരെ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടാലും മതി, കുഴപ്പമില്ല. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ദിവസം ടീച്ചേഴ്സ് ഏതാണെന്നുള്ള ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ലിങ്കിൽ ജസ്റ്റ് കേറുന്നതാണല്ലേ? അതെ.
ഇന്നലെ ഇപ്പൊ ജിഷ മിസ് ക്ലാസ് എടുത്ത ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. പെട്ടെന്ന് വന്നിട്ട് ഇന്ന് മിസ് എടുക്കുമ്പോൾ അത് വേറെ ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ ഓക്കെ, അത് ഇൻഫോം ചെയ്യാൻ പറയാട്ടോ. അപ്പൊ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. Yes, ma'am. Good night. Thank you. Okay, ma'am. Thank you. Good night to all. Good night. Yeah, good night. Thank you, ma'am. Good night, ma'am. Thank you, ma'am.